ഇടവഴിയിൽ പകച്ചു നിൽക്കുമ്പോൾ സംഘർഷത്തിന്റെ തീച്ചൂളയിലേക്ക് അരുവിയായി ഒഴുകിയെത്തുന്ന സത്യത്തിന്റെ സ്വാതന്ത്ര്യ സ്പർശം. അതുവരെ ഈ യാത്ര നമുക്കും ഇവരോടൊപ്പം ചേരാം. രംഗത്ത് ജെയിംസ് അലക്സ്, വിമൽ ദേവ്, സന്തോഷ് തോമസ്, റോയ് കാഞ്ഞിരത്താനം, ആൻ സുരൻ. വെളിച്ചം ബിജു കൊച്ചുതല്ലി. രംഗവിധാനം ജേക്കബ് താമര. സാങ്കേതിക സഹായം ജിമ്മി ജോസഫ്. പശ്ചാത്തല സംഗീതം ടിങ്കു. സംവിധാനം റോയ് കാഞ്ഞിരത്താനം. സഹായിക്കാൻ കഴിയും. ആരാണ് നിങ്ങൾ? ഞാനോ ഭരണയെ കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നേതാവ്. നിങ്ങൾക്ക് എന്നെ എങ്ങനെ സഹായിക്കാൻ കഴിയും? രാഷ്ട്രീയത്തിനും ഭരണത്തിനും എന്നെ സഹായിക്കാൻ സാധിക്കും. ആട്ടെ, എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയ പാഠങ്ങൾ? കേട്ടോളൂ. പാടത്ത് പണിയെടുക്കുന്ന അധ്വാനമല്ലേ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത്? വെറും ചങ്ങലകൾ മാത്രം. കിട്ടാനുള്ളതോ പുതിയൊരു ലോകം. ഞങ്ങൾക്ക് ഭരണം വേണം, സ്ഥാനമാനങ്ങൾ വേണം. ഇല്ലെങ്കിൽ ഞങ്ങൾ സ്തംഭിപ്പിക്കും, എല്ലാം സ്തംഭിപ്പിക്കും. അധ്വാനത്തിന്റെ പ്രവർത്തകരാണ് ഞങ്ങളുടെ നേതാവ്. നിർത്തൂ. നിങ്ങൾക്ക് ഒരിക്കലും എന്നെ സഹായിക്കാനാവില്ല. നിങ്ങൾ പറയുന്നത് കാപട്യമാണ്. നിങ്ങളുടെ വാക്കുകൾക്ക് ഒരിക്കലും എന്നെ സത്യം കണ്ടെത്താനാവില്ല. നിങ്ങൾ പോകൂ, പോകൂ എന്റെ മുന്നിൽ നിന്ന്. പയ്യനെ അവസാനം നീ എന്റെ അതൊന്ന് കാണാം നമുക്ക്. ഈ സത്യം എന്തെന്ന് എനിക്ക് പറഞ്ഞു തരാൻ ഇവിടെ ആരുമില്ലേ? ഞാനൊരു സത്യാന്വേഷിയായ യുവാവ്. ഒരു സത്യാന്വേഷി? ഞാൻ നിന്നെ സത്യം പഠിപ്പിക്കാം. ഒരു കറുത്ത സത്യം. കറുത്ത സത്യമോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മനസ്സിലാക്കരുത്. ഞങ്ങളുടെ സംഘത്തിൽ പ്രവർത്തിക്കുന്നവർ എവിടെ നിന്ന് വരുന്നോ ഇങ്ങോട്ട് പോകുന്നോ ആരും മനസ്സിലാക്കരുത്. എല്ലാം ഒരു റിമോട്ട് കൺട്രോൾ ചെയ്തു. നിങ്ങളുടെ സംഘത്തിൽ ചേർന്നാൽ എനിക്ക് എന്താണ് ലഭിക്കുക? പൊട്ടിച്ചു വരുമ്പോ രസിക്കാം, രസിക്കാം, ഉല്ലസിക്കാം. വേണ്ട, എനിക്ക് ഈ കറുത്ത സത്യം വേണ്ട. ഇത് പാപമാണ്, തകർച്ചയാണ്, ഭീകരമാണ്. ഈ കൊടും പാപത്തിൽ എന്റെ ജീവിതം തീർക്കാൻ ഞാനില്ല. നിങ്ങൾ പോകൂ. ഞങ്ങളുടെ സംഘത്തിൽ പ്രവർത്തിക്കുന്നവൻ എവിടെ നിന്ന് വരുന്നോ എവിടേക്ക് പോകുന്നോ ആരും അറിയില്ല. ഞങ്ങളുടെ പണി ജീവക്കൾക്കുള്ളതല്ല. നീ പോടാ. കറുത്ത സത്യമല്ല എനിക്ക് വേണ്ടത്, വെളുത്ത സത്യം. ഈ വെളുത്ത സത്യം എന്തെന്ന് എനിക്ക് പറഞ്ഞു തരാൻ ഇവിടെ ആരുമില്ലേ?
വേശ്യയാണ് ഞാൻ. സ്ത്രീ ഒരു സത്യമാണ്, സൗന്ദര്യം ഒരു സത്യമാണ്, സ്ത്രീ സൗന്ദര്യം അതിനേക്കാൾ വധിക്കുന്ന ഒരു സത്യമാണ്. പക്ഷേ നീയും നിന്റെ സൗന്ദര്യവും മിഥ്യയാണ്, മരിക്കുന്ന സൗന്ദര്യം. എനിക്ക് വേണ്ടത് മരിക്കാത്ത സൗന്ദര്യം, പരമമായ സത്യം. ആദ്യമായിട്ടാണ് ഒരു പുരുഷൻ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്. ഈ യുവാവേ, ജീവിതം ഒന്നേ ഉള്ളൂ. ഈ യുഗത്തിൽ ആനന്ദിക്കുക. നമുക്ക് ഈ ലോകത്ത് പരമസത്യം പ്രായമുള്ളവർക്കാണ്. എന്റെ ഈ ജീവിതം നിന്നെ പോലെയുള്ളവർക്ക് അടിയറ വെക്കാൻ ഞാൻ തയ്യാറല്ല. വേണ്ട, വേണ്ട. പക്ഷേ ആയിരങ്ങൾ എന്നെ ആരാധിക്കുന്നു, എന്റെ സ്വരമാതിരിക്കായി കൊതിക്കുന്നു, എന്റെ നടത്തം കാണാൻ എത്രയോ കണ്ണുകൾ. യുവാവേ, നിന്റെ ഈ പ്രാർത്ഥ ചിന്തകൾ മാറ്റിവെച്ച് നമുക്ക് ഈ ജീവിതം നീ ഒരു പിശാചാണ്, സ്ത്രീയുടെ ചർമ്മം പൊതിഞ്ഞ പിശാച്. നിന്റെ വാക്കുകൾ വഞ്ചന നിറഞ്ഞതാണ്. നീ പോകും എന്റെ മുമ്പിൽ നിന്ന്. സ്ത്രീവർഗത്തിന് ഒരു അപമാനമാണ് നീ. പക്ഷേ ഞാൻ വീണ്ടും വരും, പുതിയ തന്ത്രങ്ങളുമായി, ഐസ്ക്രീം ഇന്റർനെറ്റ് കപ്പുകളായി, പരസ്യ പടങ്ങളായി. അത് നിന്റെ ഞാൻ കുടുംബാംഗം നോക്കട്ടെ. ബൈ. ഞാൻ പരാജയപ്പെടുകയാണോ? എന്റെ വാക്കുകൾ ഒന്നൊന്നായി, എന്റെ ശ്രമങ്ങൾ ഒന്നൊന്നായി പരാജയപ്പെടുകയാണോ? ഇവർ പറയുന്നതൊക്കെ തന്നെയല്ലേ സത്യങ്ങൾ? ഞാൻ മാത്രം എന്തിനൊരു തിരുത്തൽവാദിയാകണം? സത്യത്തിനൊപ്പം നീന്തുന്നതല്ലേ സുഖം? പക്ഷേ ഇത്രയും സഞ്ചരിച്ചിട്ട് ഞാൻ എങ്ങനെ തിരിച്ചു പോകും? വേണ്ട, വേണ്ട, എനിക്ക് തിരിച്ചു പോകണ്ട, പോകാൻ പാടില്ല. ഞങ്ങൾ നിന്നെ കൊണ്ടുപോകും ഞങ്ങളുടെ കൂടാരങ്ങളിലേക്ക്. രാഷ്ട്രീയത്തിന്റെ ചട്ടുകമാക്കി നിന്നെ ഞാൻ മാറ്റും. അടുത്ത ഓപ്പറേഷന്റെ ചാവേറായിട്ട് ഞാൻ മാറ്റി. വേണ്ട, എന്റെ താളത്തിൽ വെക്കുന്ന തുള്ളുന്ന ഒരു വൃക്ഷമായി നിന്നെ ഞാൻ മാറ്റും. ഇല്ല, ഇല്ല, ഇല്ല. ഈ യുവാവിനെ പങ്കുവയ്ക്കുവാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങ് ആരാണ്? ഞാൻ നിന്റെ സുഹൃത്താണ് മകനെ. നിനക്കെന്നെ മനുഷ്യപുത്രൻ എന്ന് വിളിക്കാം. ഇല്ല, യുവാവേ, സർവശക്തിയും എടുത്ത് ചെറുകുവിൻ ഈ തിന്മകളെ. ദൈവമേ, സത്യത്തെ തേടുന്നതിന് പുറകെ ഒരു നിഴൽ പോലെ ഞാൻ എപ്പോഴും ഉണ്ടാകും. എന്നിട്ട് അങ്ങ് എവിടെയായിരുന്നു ഇതുവരെ? മകനെ, സത്യം മുള്ളുകൾ കൊടുവിലാണ് പുഷ്പിക്കുന്നത്. നിന്റെ യൗവനത്തിൽ തന്നെ നീ സത്യം തിരിച്ചറിയണം. നിനക്കറിയാമോ, യൗവനം ഒരു നിധിയാണ്. നിത്യഹരിതമായ ഒലിവ് മരം പോലെ നീയും ആയിത്തീരണം. നിങ്ങളുടെ വാക്കുകളിൽ എവിടെയോ സത്യം പറഞ്ഞിരിപ്പുണ്ട്. നിങ്ങളെയാണ് ഞാൻ അന്വേഷിച്ചത്. അങ്ങനെ സഹായിക്കണം. മകനെ, നീ അന്വേഷിക്കുന്ന സത്യവും സ്വാതന്ത്ര്യവും ഞാനാണെന്ന് നീ തിരിച്ചറിയണം. ഞാനങ്ങെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു. ആവാം, പക്ഷേ നീ പോവുക നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ സ്നേഹിതരിലേക്ക്, നിന്റെ കൂട്ടായ്മകളിലേക്ക്. അവിടെ നിനക്കൊരു ദൗത്യമുണ്ട്. ആസക്തികളുടെ അന്ധകാരത്തിൽപ്പെട്ട് വലയുന്ന യുവത്വങ്ങൾക്ക് ഒരു വെളിച്ചമായി നീ മാറണം. അവിടെ അങ്ങ് എന്റെ കൂടെ
എന്റെ ശക്തിയും ബലവുമായി. മകനെ, ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും. നിന്നെ ശക്തനാക്കാൻ, നിന്നെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ, ലോകാവസാനം വരെ ഈ വചനവുമായി ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും.